ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കൂടുതൽ ഓയിലൊന്നുമില്ലാതെ പഴമൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോളയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു പാൻ ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം 1/2 കപ്പ് സേമി, ഞാൻ വറുത്തെടുത്ത സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പാൽ, അതേ അളവിൽ 1/4 കപ്പ് തന്നെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. പാൽ ഏകദേശം തിളച്ച് ഈ പരുവമാവുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കളറിനും വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയാൽ ഒന്നുകൂടെ തിക്കായി കിട്ടും. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടി മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അണ്ടി മുന്തിരി നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അണ്ടി മുന്തിരി മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിൽ തന്നെ ചൂടാക്കിയതിന് ശേഷം പഴം, 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തത്, അതായത് 4 പീസാക്കി ചീന്തിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ എടുക്കണേ. ഈ രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കൂടുതലൊന്നും വേവിച്ചുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ വഴന്ന് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം 5 മുട്ട പൊട്ടിച്ചൊഴിച്ചത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതിന് പകരം പാലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ പൊടി, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം, പാലില്ലാത്തത് കൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പഴവും പിന്നെ നമ്മൾ സേമിയ മിക്സ് ഉണ്ടാക്കിയില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. പഴത്തിൻ്റെയും സേമിയയുടെയും എല്ലാ ഭാഗത്തും ഈ മുട്ടയുടെ മിക്സ് എത്തണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് മാറ്റി വെച്ചില്ല അണ്ടി മുന്തിരി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുക്കട്ടെ. കട്ടിയില്ലാത്ത നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ. ഇനി നമ്മൾ മിക്സാക്കി വെച്ച ആ ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈവനാക്കി കൊടുക്കണം. ഈ പഴം സെൻറ്ററിലൊക്കെ വന്ന് നിൽക്കുന്നത് ഈവനാക്കി കൊടുക്കുക. അടച്ച് വെച്ച് 25 to 30 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ അണ്ടി മുന്തിരി നമ്മൾ വറുത്ത് കോരി വെച്ചില്ല, അതിന് പകുതി മാറ്റി വെക്കണം. എന്നിട്ട് പകുതി നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുക. എനിക്ക് കറക്റ്റ് ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുക, ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇളക്കി മറ്റൊരു പാനിലേക്ക് കമഴ്ത്തി കൊടുക്കുക. കുറച്ച് നെയ്യാക്കി കൊടുക്കണം കേട്ടോ പാനിലേക്ക്. എന്നിട്ടൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് അടിപൊളി പോള റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോളയാണ്. ഇതിൻ്റെ പഴം സ്വന്തം വെച്ചിട്ടുള്ള പോള നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് പഴവും സേമിയും കൂടെ വെച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ആട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.